ഹലോ മൈ ഡിയേഴ്സ്, അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ഓണം ഇങ്ങ് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നായിരുന്നു ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. രാവിലെ തന്നെ സീനിയേഴ്സ് അത്തപ്പൂക്കളമെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അത്തപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. അതിനുശേഷം എല്ലാവരും കൂടെ താലപ്പൊലിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അടിപൊളിയായിരുന്നു ഗായ്സ്. അങ്ങനെ താലപ്പൊലി എല്ലാം ആയിട്ട് വന്നിരുന്നതിന് ശേഷം ഞങ്ങളുടെ പ്രിൻസിപ്പളും മിസ്സുമാരും കൂടെ ഓണം സെലിബ്രേഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ വിളക്കെല്ലാം കൊളുത്തി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു ഗായ്സ്. ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എല്ലാവരും കൂടെ മെഗാ തിരുവാതിര കളിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മെഗാ തിരുവാതിരയൊക്കെ കളിച്ചതിന് ശേഷം അടുത്ത ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. സോ ഗൈസ്, ഇതാണ് ജ്യോതിക. അങ്ങനെ ജ്യോതിക എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നമസ്കാരം പറയണം. അപ്പോഴാണ് കണ്ടത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ലോട്ടസിൻ്റെ മതി. വാ, എന്തൊരു തൊരുമ. അതിന് ശേഷം എന്താ ഇവിടെ മലയാളി മങ്കയുടെ കോമ്പറ്റീഷൻസ് എല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിസ്സുമാരുടെ പാട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പ് സോങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ചെറപറ ഫോട്ടോഷൂട്ടുകളായിരുന്നു ഗായ്സ്. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷുകാരുടെ ഡാൻസും മാത്സുകാരുടെ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സദ്യ ഇങ്ങ് വന്നിരിക്കുകയാണ്. അങ്ങനെ സദ്യ ഇല്ലാത്ത എന്തോണോ അല്ലേ, അങ്ങനെ സദ്യ എല്ലാം കഴിക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചോറ് വന്നു. അതിനുശേഷം നമുക്കിത് ആ പരിപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയിൽ നെയ്യും കൂടിയിട്ട് കഴിച്ചു. എൻ്റെ പൊന്നു അടിപൊളി ടേസ്റ്റാണ് ഗായ്സ്. അങ്ങനെ പിന്നീട് സാമ്പാർ വന്നു. അങ്ങനെ സാമ്പാറെല്ലാമായിട്ട് കുഴച്ച് കഴിച്ചതിന് ശേഷം ദാ പപ്പടം കൂടി ഇട്ട് കഴിച്ച് ആ സദ്യ പൂർണ്ണമായിരിക്കുകയാണ് ഗായ്സ്. ഇതായിരുന്നു ഗായ്സ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഉച്ചയ്ക്കത്തെ സെക്ഷനിൽ അടുത്ത പ്രോഗ്രാംസ് നല്ല ഫണ്ണി ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. അങ്ങനെ ഗെയിംസും ഡാൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാവേലി തമ്പ്രാൻ വന്നിട്ടുണ്ടായിരുന്നു ഗായ്സ്. അങ്ങനെ മാവേലി തമ്പ്രാനൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വടംവലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി. ഇത്രയും വലിയ വടമായിരുന്നു ഗായ്സ്. അങ്ങനെ വടംവലിക്ക് ഞങ്ങൾ തന്നെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.